നമസ്കാരം. മൊസാദിന്റെ മുന്നറിയിപ്പിൽ ട്രംപിന്റെ ജീവൻ പിടഞ്ഞു. ട്രംപിന്റെ വിമാനം കത്തിക്കാൻ ഇറാന്റെ മിസൈലുകൾ. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തുർക്കിയിലെ അങ്കാറയെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനായിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നു. ആ മിസൈൽ ആക്രമണ പദ്ധതിയിൽ ട്രംപിന്റെ ലൊക്കേഷനൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇറാൻ ട്രംപിനെ വധിക്കാൻ വിമാനത്തെ കത്തിക്കാനൊക്കെ തയ്യാറെടുത്തിരുന്നു. തുർക്കിയിലെ അടിയന്തര വിമാനമാറ്റത്തിന് പിന്നിൽ ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണിയാണ് എന്നുള്ളത് കാരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. സത്യത്തിൽ പൊളിച്ചത് ഒരു വധശ്രമമായിരുന്നു. ട്രംപിനെ വധിക്കുവാനുള്ള ഇറാന്റെ തന്ത്രങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായിട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വിമാനത്തിൽ നിന്ന് രഹസ്യമായിട്ട് മാറ്റി രക്ഷപ്പെടുത്തുകയാണ് സൈന്യം. കഴിഞ്ഞ മാസം തുർക്കിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ അങ്കാറയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ട്രംപിനെ അതീവ രഹസ്യമായിട്ടൊരു കേറ്ററിംഗ് ട്രക്കിലേക്ക് മാറ്റുകയും തുടർന്ന് സൈനിക നീക്കത്തിൽ അല്ലെങ്കിൽ സൈനിക വിമാനത്തിൽ കയറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത്. ഈ തോളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ട്രംപ് സഞ്ചരിച്ചിരുന്ന വിമാനം തകർക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ നൽകിയ രഹസ്യ വിവരത്തിൽ വ്യക്തമാക്കുന്നത്. ആ അപകട സാധ്യത കണക്കിലെടുത്ത് പ്രസിഡന്റിനെ സുരക്ഷിതമായിട്ട് മാറ്റിയെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള മുതിർന്ന ട്രംപ് അനുകൂലികൾ അല്ലെങ്കിൽ അനുയായികൾ മുൻ നിശ്ചയിച്ച വിമാനത്തിൽ തന്നെ യാത്ര തുടർന്നു എന്നുള്ളത്. ആ യാത്ര തുടരുന്ന സാഹചര്യത്തിൽ നേരത്തെ ട്രംപിനെതിരെ പുതിയ വധശ്രമ പദ്ധതി ഉണ്ടെന്ന് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂചന നൽകിയിരുന്നുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവർ തമ്മിൽ നടന്ന ചില സംഭാഷണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പൊതുവായിട്ടുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത് എന്ന് US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന തരത്തിൽ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകളെ ട്രംപ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ചെയ്തതെന്നുമാണ്. ഇസ്രായേലിൽ നിന്ന് പ്രത്യേക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും ഇറാന്റെ വധഭീഷണികളുടെ പട്ടികയിൽ ഏറെക്കാലമായി താൻ ഒന്നാമതാണ് എന്നും അതിൽ പുതുതായിട്ടൊന്നുമില്ല എന്നും ഒക്കെയായിരുന്നു ട്രംപ് പ്രതികരിച്ചിരുന്നത്. ഖത്തർ സമ്മാനിച്ച പുതിയ അത്യാധുനിക ജെറ്റ് വിമാനത്തിലാണ് ട്രംപ് അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിക്ക് എത്തിയത് പോലും. വിമാനത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളും ഇതിനായി ചെലവഴിച്ച തുകയും വാർത്തകളിലൊക്കെ ഇടം നേടിയിരുന്നു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിയിലേക്കുള്ള യാത്രയായതിനാൽ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. യാത്ര തിരിക്കുന്നതിന് മുമ്പ് തന്നെ താൻ പഴയ വിമാനമായിട്ടുള്ള എയർഫോഴ്സ് 1 ബ്രിട്ടനിലേക്ക് പോകുന്നത് എന്നും പുതിയ ജെറ്റ് വിമാനം സേനാംഗങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നതിനായിട്ട് ലണ്ടനിലെ ബിൽഡൻ ഹാൾ ബേസിൽ നിർത്തിയിടുന്നു എന്നും ട്രംപ് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അങ്കാറയിൽ വെച്ച് ക്യാമറകൾക്ക് മുന്നിലൂടെ ഫയർഫോഴ്സ് 1 കയറിയ ട്രംപിനെ വിമാനത്താവളത്തിലെ കാറ്ററിംഗ് ട്രാക്കിൽ കയറ്റി രഹസ്യമായിട്ട് C-32 OA എന്ന ചെറിയ വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ സുരക്ഷ സംബന്ധിച്ച് സുരക്ഷാ ഏജൻസികൾ എത്രത്തോളം ആശങ്കാകുലരായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. 2020 റിപ്പബ്ലിക്കൻ ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതിന് ശേഷം ട്രംപിനെ വധിക്കുമെന്ന് ഇറാൻ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. താൻ കയറിയ ചെറിയ വിമാനത്തിൽ വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നായിട്ടും ശത്രുക്കൾ ലക്ഷ്യമിടാൻ സാധ്യത ആ വിമാനത്തിനെ ആയിരുന്നുവെന്നും ഒക്കെ പറയുമ്പോഴും ഇറാനുമേൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ആധിപത്യമുണ്ട് എന്നും ഏത് ഭീഷണിയെയും ശക്തമായിട്ട് നേരിടുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനുമെതിരെ നടന്ന വധശ്രമ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 8 പേരെ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ മൊസാദിന്റെ മുന്നറിയിപ്പിലാണ് സത്യത്തിൽ ട്രംപിന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ആ ജീവൻ പിടഞ്ഞു മരിച്ചേനെ. ട്രംപിന്റെ വിമാനം കത്തിക്കാൻ ഇറാന്റെ മിസൈലുകൾ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ആ ഡ്രോണുകൾ വളരെ കൃത്യമായിട്ട് ട്രംപിന്റെ നെഞ്ചു തകർത്തേനെ. അങ്ങനെ ആ ജീവൻ പിടഞ്ഞു പൊലിഞ്ഞേനെ. അതിനു മുമ്പ് മൊസാദിന്റെ മുന്നറിയിപ്പ് എത്തിയിരുന്നു. ഒരു ആക്രമണം പ്രതീക്ഷിക്കുക, ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്കത് സംഭവിക്കാം, അതിനു മുമ്പ് ട്രംപിനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ആ ഒരൊറ്റ കോളിലാണ് ട്രംപിന്റെ ജീവൻ പിടയാതിരുന്നത്.